എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷാളിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന വാണിജ്യ കരാറിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ഫോറിൻ പോളിസി കൈയാളുന്നവർ, പ്രത്യേകം മോദി ഗവൺമെൻറ് വളരെ ശ്രദ്ധിക്കണം. ഇതിൽ ഞാൻ അറിഞ്ഞിടത്തോളം അവർ വച്ചേക്കുന്ന ഒരു ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25% തീരുവ കുറയ്ക്കും, ഒപ്പം പടിപടിയായി വീണ്ടും കുറയ്ക്കുക തന്നെ ചെയ്യും. ബട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു പോയിൻറ്റ്സ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ കരാറുകൾ നടപ്പാക്കിയ ശേഷം ഇതിനെ എപ്പോഴും മോണിറ്ററിങ് ചെയ്യുന്ന ഒരു സെൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മോദി ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കണം, അമേരിക്കയുടെ നയം എന്താണ്, അവരെങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത്, അവരെങ്ങനെയാണ് ഇന്ത്യയെ ശിഥിലമാക്കാനും തകർക്കാനും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് ഓരോന്നും ചെയ്യുന്ന ഏത് കൊച്ചു കുഞ്ഞിന് വരെ അറിയാം. ഇന്ത്യൻസ് അത്ര ബുദ്ധിയില്ലാത്തവരല്ല. ഒന്ന്, ഏത് കരാറിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാവപ്പെട്ട കൃഷിക്കാരെയാണ്. അവരുടെ അധ്വാനം കൊണ്ടാണ് നാം ഇന്നും ആഹാരം കഴിക്കുന്നത് ഒക്കെ. അവരെ തകർക്കുന്ന, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കരാറിലും ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തത്, ഏത് ആപൽഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നിന്ന ഒരു രാജ്യമാണ് റഷ്യ. ഇന്ന് മോദി ഒരുപാട് സുഹൃത്ത് രാജ്യങ്ങളെയൊക്കെ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, സുഹൃത്ത് രാജ്യങ്ങളുമായി. ഈ ബന്ധങ്ങളെല്ലാം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഒരു അടിസ്ഥാന തത്വം, ഒരു അടിസ്ഥാന പോളിസികളുണ്ടായി. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വളർന്നത്. അല്ലാതെ 10-15 വർഷം കൊണ്ട് ഭൂം എന്നും പറഞ്ഞ് ഉണ്ടായ ഒരു ഇന്ത്യ അല്ല. വർഷങ്ങളുടെ ഉള്ള ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിൽ വന്നാണ് അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ മോദിയും. അതുകൊണ്ട് ഏത് കരാറുണ്ടാക്കിയാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. നമുക്ക് എവിടെ നിന്ന് എന്ത് വേണമെന്ന്, ആരിൽ നിന്ന് എന്ത് വാങ്ങണമെന്ന് നാം തീരുമാനിക്കേണ്ടത് അത് നമ്മുടെ ജനത്തെയും നമ്മുടെ ചിന്താഗതികളെയും ആസ്പദമാക്കിയായിരിക്കണം. അല്ലാതെ മറ്റൊരു രാജ്യക്കാരൻ കൊണ്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അതിനെ നമ്മൾ ശിരസാവഹിച്ച് നമ്മൾ ഒരു മോശമായ ലെവലിലോട്ട് നമ്മുടെ രാജ്യത്തെയും ജനത്തെയും തള്ളിവിടാതിരിക്കാൻ മോദി ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നാം ഇന്നും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നിലനിൽക്കുന്നത്. ഇത് 15 വർഷത്തെ ഭരണം കൊണ്ടുണ്ടായ ഒരു ഗിമ്മിക്സ് അല്ല. എപ്പോഴും മനസ്സിലാക്കണം, അമേരിക്ക നമ്മളെ മാക്സിമം പ്രഷറൈസ് ചെയ്ത് മുൻമുനയിൽ നിർത്താൻ ശ്രമിച്ചെങ്കിലും നമ്മൾ ജീവിച്ച് തന്നെ പോകുന്നു. അമേരിക്ക ഇല്ലാതെ ഇന്ത്യക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. അതിൻ്റെ ആവശ്യമില്ല. ഇനി റഷ്യയിൽ നിന്നും പടിപടിയായി റഷ്യയിൽ നിന്നും ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക, ഇന്ത്യയെ റഷ്യയിൽ നിന്ന് അകറ്റി അമേരിക്കയുടെ വശത്ത് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ഈ ഒരു ശ്രമം ആണിപ്പോൾ ഈ വാണിജ്യ കരാറിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. ദയവ് ചെയ്ത് മോദി ഗവൺമെൻറ് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് കരാർ സൈൻ ചെയ്താലും ഈ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെക്കുറിച്ചൊന്നും കണക്കിലെടുക്കണം. വിടുവാവിട്ടെന്തെങ്കിലും പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പ്രായോഗികമായ കാര്യങ്ങളായിരിക്കണം. അമേരിക്ക നിഷ്പക്ഷമായ ഒരു തീരുമാനം എടുക്കാത്ത ഒരു രാജ്യമാണ്. അവരെല്ലാം അവരുടെ തീരുമാനം അവരങ്ങെടുക്കും, അത് ലോകം അംഗീകരിക്കണം എന്നുള്ള രീതിയിലാണ്
അമേരിക്കയുടെ പുറപ്പാട്. ഒന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ അമേരിക്കയിൽ ഓരോ വമ്പൻ കമ്പനികൾ 10,000-കണക്കിന് ആൾക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ തൊഴിൽ സാധ്യത മങ്ങി വരികയാണ്. ട്രംപിന് അതൊക്കെ ഇല്ലാതാക്കാൻ, ട്രംപിന് അവരുടെ ജനതയുടെ മുന്നിൽ നല്ലതായി ഭരിക്കാനും അവരുടെ ഫോറിൻ പോളിസികൾ വിപുലീകരിച്ച് അമേരിക്ക എപ്പോഴും ടോപ്പ് സ്ഥാനത്ത് നിർത്തണം, അവരുടെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ഇതിൽ പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ നികുതികൾ അടിച്ചേൽപ്പിച്ച് അതിൽ നിന്ന് എന്തോ വലിയ സ്ഥാനം കരസ്ഥമാക്കാമെന്ന് വിചാരിക്കുന്നത് ട്രംപിന് തെറ്റിപ്പോയൊരു കാൽക്കുലേഷനാണ്. സോ ട്രംപിൻ്റെ വീക്ഷണം ആരോടും എന്തും ആയിക്കോട്ടെ, പക്ഷേ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ ഗവൺമെൻറ്റാണ്. ഒരിക്കലും അബദ്ധത്തിൽ ചാടുന്ന രീതിയിലുള്ള ഒരു കരാറുകളും ഒരു പോയിന്റുകളും ഈ കരാറിൽ ഉൾപ്പെടുത്തരുത്. റഷ്യയുമായി ഓയിൽ വാങ്ങാൻ പാടില്ലെന്ന് അവർ ശ്രദ്ധിക്കരുത്. അവരങ്ങനെ തീരുമാനിക്കാൻ ആ തീരുമാനത്തെ നാം സപ്പോർട്ടും ചെയ്യരുത്. നമുക്കെവിടെ സൗകര്യമുണ്ടോ, നമുക്കെവിടെ വടികൾ, നമ്മുടെ രീതി അനുസരിച്ച്, നമ്മുടെ എക്കണോമിക്കൽ പ്ലാൻ അനുസരിച്ച് നമുക്കെവിടെ വാങ്ങാൻ സാധിച്ചാൽ നമ്മളത് വാങ്ങണം. അത് അമേരിക്ക പറഞ്ഞാൽ തന്നെ അമേരിക്കയുടെ പെർമിഷൻ എടുത്താണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു ആവശ്യം ഇന്ത്യക്ക് ഇപ്പോൾ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും ഈ കരാറിൻ്റെ സിംഹഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് മോദി ഗവൺമെൻറ് ഈ രാജ്യത്തുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കണം. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെയും. ഈ പ്രതിപക്ഷത്തിൽ എന്തെങ്കിലും പോയിന്റ് ഉന്നയിച്ചാൽ അപ്പോൾ പ്രധാനമന്ത്രി സഭയിൽ വരണ്ട, പ്രധാനമന്ത്രിക്ക് ലൈഫ് ത്രെഡ് ഉണ്ട് എന്നൊക്കെ സ്പീക്കർ പറയുന്നതായിട്ടൊക്കെയാണ് അറിയുന്നത്. എന്തോ ഒരു നാണം കെട്ട ഒരു ഇതാണ്. സ്വന്തം ഗവൺമെൻറ് സ്വന്തം പ്രധാനമന്ത്രിക്ക് സഭയിൽ വരാൻ സുരക്ഷിതത്വം പോരാ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിൽ ലോകസഭയിലൊന്നും വരേണ്ട കാര്യമില്ല എന്ന് സ്പീക്കർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ സ്പീക്കർ? ഓം ബിർളയാണോ പ്രധാനമന്ത്രി, അതോ നരേന്ദ്രമോദിയാണോ പ്രധാനമന്ത്രി? ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഇവരെ കേട്ട് ആഭാസത്തരമായി ചിരിക്കാനേ സാധിക്കുന്നു. സോ ബഹുമാനപ്പെട്ട മോദി ഗവൺമെൻറ്, നിങ്ങളുടെ ഫോറിൻ പോളിസി ശരിയാണോ തെറ്റാണോ എന്നോ ഒന്ന് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് പ്രതിപക്ഷം ഒന്നും ചെയ്യില്ല. അത് പ്രതിപക്ഷം അതിനെ എതിർത്താലും ജനങ്ങൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇന്നത്തെ നിലപാടനുസരിച്ച് പലതും ഈ പ്രതിപക്ഷത്തിനെയും ജനങ്ങളെയും നോക്കാക്കുറ്റിയാക്കി വെറും ഒരു കാണികളെപ്പോലെ ആക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നാളെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി വയ്ക്കരുത്. ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ഭരണം കാഴ്ചവെക്കുന്നത് നല്ലത് തന്നെ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ട്രംപാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. ഗവൺമെൻറ് അറിയുന്നതിന് മുമ്പേ ട്രംപ് വാഷിങ്ടണിൽ നിന്നും ഓരോ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത് മോശമാണ്. അത് ഫോറിൻ മിനിസ്ട്രിയുടെ തകരാറാണ്. ഫോറിൻ റിലേഷൻഷിപ്പ് അത്രയ്ക്ക് പോരാ എന്നാൽ ഇതിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, കരാറുകൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ മോണിറ്ററിംഗ് സെൽ അവരെന്താണ് വീക്ഷിക്കണം, അവരെന്താണ് അതിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു കരാറിലും ഒപ്പുവയ്ക്കാവൂ. റഷ്യയോട് കൂടണമോ, ചൈനയോട് കൂടണമോ, അല്ല മറ്റു രാജ്യങ്ങളുമായിട്ട് കൂടണമോ, യൂറോപ്പുമായിട്ട് കൂടണമോ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് മാത്രമല്ല, ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം അത് ജനങ്ങൾക്ക് സ്വീകാര്യമായ തീരുമാനം കൂടിയായിരിക്കണം എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, ഈ വാണിജ്യ കരാറിൽ സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി പ്രതിപക്ഷത്തിൻ്റെയും മറ്റു സംഘടനകളുടെയും ഒരു ഒപ്പീനിയൻ കൂടി എടുത്ത് ചെയ്താൽ യു വിൽ ബി ഹാപ്പി. അത് നന്നായിരിക്കും. ഭരണകർത്താക്കൾക്ക് അതൊരു പൊൻതൂവലായിരിക്കും.
അല്ലാതെ ഇഷ്ടാനുസരണം എന്തെങ്കിലും ആരെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒന്നും, പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ഏതൊരു കരാറുകളും അതിൽ സൈൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം അവർ നല്ല രീതിയിൽ മറ്റാരും നന്നാകുന്നതിന് അത്ര താല്പര്യമുള്ളവരല്ല. മറ്റുള്ളവരെ കൂട്ടിയൊടിപ്പിച്ച് അവരുടെ ആയുധം വിൽക്കുക, അവരുടെ കച്ചവടം നടത്തുക, ഇതൊക്കെ മാത്രമാണ്. കാരണം അവർക്ക് ഈ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഒക്കെ കൈക്കുള്ളിലാക്കുന്ന കണക്ക് ഇന്ത്യയെ ആക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നികുതി ഇളവ് ഇതെല്ലാം കൊണ്ട് ഈ മോണിറ്ററിംഗ് സെല്ലിലേക്ക് വയ്ക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.